നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒസിമം സാന്തം എന്ന തുളസിയെ നമ്മൾ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുന്നു. ഒസിമം കിളിയൻസ്കാരിയം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കർപ്പൂര തുളസിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അസം, പശ്ചിമ ബംഗാൾ, ഡെറാഡൂൺ, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലെല്ലാം കൃഷി ചെയ്തു വരുന്ന ഒരു ഔഷധ വിളയാണ് കർപ്പൂര തുളസി. കേരളത്തിലെ പൂന്തോട്ടങ്ങളിലും ഈ സുഗന്ധ സസ്യത്തെ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. കെനിയയാണ് ഇതിൻ്റെ ജന്മദേശം. ഒരു ചെറിയ കുറ്റിച്ചെടിയായാണ് കർപ്പൂര തുളസി കണ്ടുവരുന്നത്. ബലമുള്ള ഇതിൻ്റെ തണ്ടുകൾക്ക് ഇളം പച്ച നിറമാണ്. കൈവിരലുകൾ പോലെ നീണ്ട പാളികളുള്ള ഹസ്താകാര പത്രമാണ് കർപ്പൂര തുളസിയുടേത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കടും പച്ച നിറവും താഴ്ഭാഗത്ത് ഇളം പച്ച നിറവുമാണ്. ഇലകൾ മിക്കവാറും അരോമിലമായിരിക്കും. ഇത് ഒന്നിടവിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സസ്യത്തിനൊട്ടാകെ കർപ്പൂരത്തിൻ്റേതുപോലുള്ള തീക്ഷ്ണഗന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കർപ്പൂര തുളസി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ശാഖാഗ്രങ്ങളിലെ കതിർക്കുലകളിൽ ഇളം പച്ച നിറത്തിലുള്ള ചെറുപൂവുകൾ വിരിയുന്നു. തരി പോലുള്ള ഇതിൻ്റെ വിത്ത് കറുത്തതും വെളുത്തതുമുണ്ട്. വെളുത്ത ഇനമാണ് ഔഷധത്തിനായി ഉപയോഗിച്ചു വരുന്നത്. കർപ്പൂര തുളസിയുടെ ഇലയും തണ്ടും പൂവും വിത്തുമാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. സംസ്കൃതത്തിൽ ഇതിനെ മരുവകം, മരുതം എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. ക്യാംഫർ ഓയിലാണ് ഇതിലെ പ്രധാന രാസഘടകം. കയ്പ് എരിവ് രസമാണ് കർപ്പൂര തുളസിക്ക്. ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണങ്ങളുമാണ്. ഇത് ആമപാചനമാണ്, ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു, വേദനാശമനവുമാണ്. നിരവധി ഔഷധ ഗുണങ്ങളുള്ള കർപ്പൂര തുളസിയുടെ ഉപയോഗങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ കർപ്പൂര തുളസി, ഈ തുളസിയുടെ വർഗത്തിൽ കുറേ തുളസിയുണ്ട്. രാമതുളസി, കർപ്പൂര തുളസി, കാട്ടുതുളസി, കൃഷ്ണതുളസി. അതിലേറ്റവും നല്ലൊരു ഔഷധമാണ് ഈ കർപ്പൂര തുളസി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൈലെടുക്കും. അത് ഈ നല്ല സുഗന്ധ തൈലാണ്. അത് അരോമ തെറാപ്പിക്ക് ഉപയോഗിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം ഈ വേർപ്പ് നാറ്റമുള്ള ആൾക്കാർക്ക്, ശരീരത്തിന് വേർപ്പ് കൊണ്ട് മണം മടിച്ച് വളരെ വിഷമിക്കുന്ന ആൾക്കാർ ഈ കർപ്പൂര തുളസിയുടെ ഇല കുറച്ച് അരച്ച് പേസ്റ്റാക്കിയിട്ട് കക്ഷത്ത് കുറച്ചൊരു ലേപനം ചെയ്യാം. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ ഈ വേർപ്പ് നാറ്റം കുറയും. പിന്നെ ഇതിനൊരു ഉപയോഗം ഈ വിശപ്പും രുചി ഉണ്ടാക്കും. അപ്പോൾ ഈ വിശപ്പ് രുചിയും കുറഞ്ഞ ആൾക്ക് ഇതിൻ്റെ ഒരു 4 ഇല കടിച്ചിട്ട് ഇങ്ങനെ തിന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാകും. പിന്നെ ഇതിൻ്റെ ഉപയോഗം വേദനാശമനമാണ്. അത് ഈ കർപ്പൂരത്തിന് പൊതുവെ ഒരു ഉപയോഗമുണ്ട്. കർപ്പൂരാതി തൈലൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു 10 ഇല ഇട്ടിട്ട് ലേശം എണ്ണ മൂപ്പിക്കുക. ഈ എണ്ണ മൂപ്പിച്ചിട്ട് ആ എണ്ണ മേലെ തേച്ച് കഴിഞ്ഞാൽ ഈ മസ്കുലർ പെയിന് വളരെ നല്ലതാണ്. അതുമല്ല, ഈ കർപ്പൂര തുളസി ഇട്ടിട്ട് കുറച്ച് കഷായം വയ്ക്കുക. എന്നിട്ട് കാലിൽ വല്ല വേദന ഭാഗത്ത് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് കുറയും. പിന്നൊരു ഉപയോഗമുണ്ട്, ഈ നഖം ഈ പുണ്ണ് പോലെ വരുന്നത് ഈ കുഴിനഖം എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. അതിൽ ഈ കർപ്പൂര തുളസി ഈ വേപ്പെണ്ണയിൽ അരച്ച് തേച്ച് കഴിഞ്ഞാൽ അതിന് കുറേ ശമനം കിട്ടും.